സ്ക്രീൻ കാണാവോ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രസിന്റെ ഇൻഡിറ്റർമിനൻസി ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ വെച്ചാൽ m+r - 2j എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസിയും ഇന്റേണലും നമ്മൾ രണ്ടും പഠിച്ചായിരുന്നു. അതേ സെയിം ഇക്വേഷനാണ് നമ്മുടെ ഫ്രെയിം വരുമ്പോൾ തൊട്ടടുത്ത പോർഷൻ ഫ്രെയിമാണ്. ഇതാണ് ഈ പോർഷൻ ഫ്രെയിം വരുമ്പോഴത്തേക്കും ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. 3m+r - 3j എന്ന് വരും. ഓക്കെ. അപ്പം അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റിയാക്ഷൻസിൻ്റെ എണ്ണം 3 ആണെങ്കിൽ, കറക്റ്റ് 3 ആണെങ്കിൽ അത് ഡിറ്റർമിനേറ്റ് ആണ്. 3ൽ കൂടുതലായാൽ ഇൻഡിറ്റർമിനേറ്റ് ആണ്. 3ൽ കുറവാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ എക്സ്റ്റേണലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂസ് ഇതാണ്. ഇനി അതിൻ്റെ തന്നെ അപ്പോൾ നമ്മൾ 3 എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അസ്യൂം ചെയ്യുകയാണ് എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഞാൻ ഈ റിയാക്ഷൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് SI നമ്മൾ 0 ഇട്ട് കൊടുക്കും. സോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 3m = 3j - 3 എന്ന് വരും. ഈ ഒരു ഇക്വേഷൻ 3m = 3j - 3 എന്നൊരു ഇക്വേഷൻ വരും. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ നമ്മുടെ ഫ്രെയിം ഇൻറ്റേർണലി ഡിറ്റർമിനേറ്റ് ആണ്. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ ട്രസ്സിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. 3m = 3j - 3 എന്നുള്ള ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഇൻറ്റേർണലി ഡിറ്റർമിനേറ്റ് ആണ്. ഓക്കെ. ഇനി ഇൻറ്റേർണലി എപ്പോഴാണ് ഇൻഡിറ്റർമിനേറ്റ് ആവുന്നത്? 3m വെൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3j - 3 എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഓക്കെ. ഇനി വെൻ 3m ഈസ് ലെസ് ദാൻ 3j - 3 ഇറ്റ് ഈസ് ഇൻറ്റേർണലി അൺസ്റ്റേബിൾ. അപ്പോൾ ഈ കണ്ടീഷൻസ്, ഈ 6 കണ്ടീഷൻസ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 6 കണ്ടീഷൻ ഉണ്ട്. എക്സ്റ്റേണലി ചെക്ക് ചെയ്യുന്നതും ഇൻറ്റേർണലി ചെക്ക് ചെയ്യുന്നതും. എക്സ്റ്റേണൽ കണ്ടീഷൻസ് 3 എണ്ണം, ഇൻറ്റേർണൽ കണ്ടീഷൻസ് 3 എണ്ണം. അപ്പോൾ ഈ സെയിം ഇത് നമ്മൾ നേരത്തെ ട്രസിൻ്റെ കേസിൽ പഠിച്ച അതേപോലെ തന്നെയാണ്. പക്ഷേ ഇക്വേഷനിലുള്ള ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഞാൻ അത് പഠിക്കാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ നോക്കിയോന്ന് എനിക്കറിയില്ല. എല്ലാവരും നോക്കിയായിരുന്നോ അത്? നോക്കി സാർ. ഓക്കെ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്യാം. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഒരു ഫ്രെയിം തന്നിട്ടുണ്ട്. ആ ഫ്രെയിമിൻ്റെ ഇൻഡിറ്റർമിനൻസി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോ. നമ്പർ ഓഫ് മെമ്പേഴ്സ് 1 2 3 മെമ്പേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് നമുക്കറിയാം. ഒരു ഹിഞ്ച് ജോയിൻ്റ് ആണെങ്കിൽ നമുക്ക് 2 റിയാക്ഷൻസ് കാണും. ഒരു റോളർ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിയാക്ഷൻ കാണും. ടോട്ടലി 2 + 1 3 റിയാക്ഷൻസ്. ഓക്കെ. ഇനി നമ്പർ ഓഫ് ജോയിൻസ് 1 2 3 4 ജോയിൻസ് ഉണ്ട്. ഓക്കെ. 4 ജോയിൻസ്. സോ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3 × നമ്പർ ഓഫ് മെമ്പേഴ്സ് 3 × 2 അല്ല 3 × 3 പ്ലസ് നമ്പർ ഓഫ് റിയാക്ഷൻസ് 3 മൈനസ് 3 × നമ്പർ ഓഫ് ജോയിൻസ് 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടും. സോ ദി സ്ട്രക്ചർ ഈസ് എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ്. ഓക്കെ. നമുക്ക് റിയാക്ഷൻസ് 3 ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണെന്ന് കിട്ടി. പിന്നെ നമ്മൾ മൊത്തത്തിലുള്ള സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. ഓക്കെ. ഇനി അടുത്ത ഇൻറ്റേർണൽ ഡിറ്റർമിനൻസി ചെക്ക് ചെയ്യണം. ഇൻറ്റേർണൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3m ഷുഡ് ബി ഈക്വൽ ടു 3j - 3. 3 × നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണെന്ന് നമുക്കറിയാം 3 ആണ്. സോ 9 ഈസ് ഈക്വൽ ടു 3 × നമ്പർ ഓഫ് ജോയിൻസ് 1 2 3 4 ജോയിൻസ് 3 × 4 12 വരും. 12 - 3 9. സോ 9 ഈസ് ഈക്വൽ ടു 9. അപ്പം ഇവിടെ ഇറ്റ് ഈസ് ഇൻറ്റേർണലി ഡിറ്റർമിനേറ്റ്. അതായത് ഇത് ഇവിടെ 3 × 3 9 വരും. ഇവിടെ 12 - 3 9 വരും. സോ 9 ഈസ് ഈക്വൽ ടു 9. സോ ഇറ്റ് ഈസ് ഇൻറ്റേർണലി ഡിറ്റർമിനേറ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ ഒരു കാണിച്ചിരുന്ന ഫിഗർ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ്, ഇൻറ്റേർണലിയും ഡിറ്റർമിനേറ്റ് ആണ്. ഓക്കെ. ക്ലിയർ ആണോ?
ഓക്കെ. അതുപോലെ തന്നെ അടുത്ത സ്ട്രക്ചർ നോക്കിയാലും അത് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ അറിയാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഇത് ഇവിടെ ഫിക്സിഡിറ്റിയാണ്, ഇവിടെ ഹിഞ്ചാണ്, ഇവിടെ റോളറാണ്. പക്ഷേ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് ഫിക്സഡാണ്, ഇതും ഫിക്സഡാണ്, രണ്ട് സപ്പോർട്ടും ഫിക്സഡാണ്. അപ്പോൾ നമുക്കറിയാം ഫിക്സഡ് സപ്പോർട്ടിൽ എന്തൊക്കെ റിയാക്ഷൻസ് വരും? ഹൊറിസോണ്ടലും വെർട്ടിക്കലും മൊമെന്റും വരും. അപ്പം അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. മൂവ്മെന്റ് പോസിബിൾ അല്ല. മൂവ്മെന്റ് പോസിബിൾ അല്ലാത്ത കേസിൽ നമുക്ക് ഹൊറിസോണ്ടൽ വരും, വെർട്ടിക്കൽ വരും, മൊമെന്റും വരും. അപ്പം രണ്ട് സപ്പോർട്ടിലും നമുക്ക് ഫിക്സിഡിറ്റി ആയതുകൊണ്ട് 3 റിയാക്ഷൻസ് വീതം വരും. സോ റിയാക്ഷൻസിൻ്റെ എണ്ണം 6 ആണ്. ഓക്കെ, റിയാക്ഷൻസ് എണ്ണം 6 ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം 3-നേക്കാട്ടി കൂടുതലുണ്ട്. സോ ദി സ്ട്രക്ചർ ഈസ് എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ്. നമുക്ക് എപ്പോഴും റിയാക്ഷൻസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതിൻ്റെ ഇൻഡിറ്റർമിനൻസി 0 അല്ല, 0ക്ക് മുകളിലായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എസ് ഐയുടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 3 ഇൻറ്റു നമ്പർ ഓഫ് മെമ്പേഴ്സ് 1, 2, 3 9, 9 പ്ലസ് 6 15, 15 മൈനസ് 3 ഇൻറ്റു നമ്പർ ഓഫ് ജോയിൻസ് 4, 1, 2, 3 4 ജോയിൻസ്, സോ 12. സോ എത്ര വരും? 15 മൈനസ് 12, 3 ഇൻഡിറ്റർമിനൻസി, അതായത് 3 ഇൻഡിറ്റർമിനൻസി ഉണ്ട്. ഈ ഒരു കേസിൽ 3 എണ്ണം എക്സ്ട്രാ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. നമുക്ക് അതിനെക്കുറിച്ചല്ല നമ്മൾ നോക്കുന്നത്. ഇൻഡിറ്റർമിനൻസി വാല്യൂ മാത്രം നമുക്ക് ഇപ്പം നോക്കിയാൽ മതി. ഇനി അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഇനി ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഇക്വേഷൻ 3m = 3j - 3 അത് ചെക്ക് ചെയ്ത് നോക്കാം. സോ 3 ഇൻറ്റു നമ്പർ ഓഫ് മെമ്പേഴ്സ് 9, 3 ഇൻറ്റു 3 9. ഇനി 3j നമ്പർ ഓഫ് ജോയിൻസ് എത്ര? 1, 2, 3 4 12, 3 ഇൻറ്റു 4 12, 12 മൈനസ് 3 9. അപ്പം 9 = 9. ദ സ്ട്രക്ചർ ഈസ് ഇൻറ്റേർണലി ഡിറ്റർമിനേറ്റ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്, പക്ഷേ ഇൻറ്റേർണലി ഡിറ്റർമിനേറ്റ് ആണ്. ഓക്കെ, അപ്പം അതുപോലത്തെ എക്സാമ്പിൾസ് ആണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്ത എക്സാമ്പിൾ ജസ്റ്റ് നോക്കുക. ഇതും സെയിം തന്നെയാണ്, ഫ്രെയിമിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്, നോക്കിയാൽ മതി. എല്ലാ കേസസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? സ്റ്റെപ്ഡ് കണക്ക് കാണിച്ചേക്കുന്ന ഒരു സെക്കൻഡ്, ഇതാണോ? അതുപോലത്തെ. നമ്മൾ ഈ ഒരു കേസ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇക്വേഷൻ സെയിം തന്നെയാണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഇക്വേഷൻ 3m + r - 3j. ഇവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോക്കുമ്പോഴത്തേക്കും 1, 2, 3, 4, 5. നമ്മൾ ഓരോ ജോയിൻ്റ് വരുന്ന റീജിയനിലും ഓരോ മെമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം 1, 2, 3, 4, 5 5 മെമ്പേഴ്സ്. സോ 3 ഇൻറ്റു 5. ഇനി റിയാക്ഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഫിക്സിഡിറ്റി ആണ്, ഇവിടെ ഹിഞ്ചാണ്. ഓക്കെ, അപ്പം ഇവിടെ 3 റിയാക്ഷൻസ് ഉണ്ട്, ഇവിടെ 2 റിയാക്ഷൻസ്. ടോട്ടൽ റിയാക്ഷൻസ് എത്ര വരും? 5 റിയാക്ഷൻസ്. സോ 3 ഇൻറ്റു 5 പ്ലസ് റിയാക്ഷൻസിൻ്റെ എണ്ണം 5 മൈനസ് 3 ഇൻറ്റു നമ്പർ ഓഫ് ജോയിൻസ്. ജോയിൻസ് ഞാൻ പറയാം. ജോയിൻസ് 1, 2, 3, 4, 5, 6 ജോയിൻസ്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആയി സർ. ഇപ്പോൾ 1, 2, 3, 4, 5, 6 ജോയിൻസ്. അപ്പം 3 ഇൻറ്റു 6. അപ്പോൾ എത്ര വരും ടോട്ടൽ? 3 ഇൻറ്റു 5 15, 15 + 5 20, 20 - 18 2 വരും. അപ്പം സ്റ്റാറ്റിക്
ഇൻഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പം റിയാക്ഷൻസിൻ്റെ എണ്ണം 3യെക്കാട്ടി കൂടുതലാണ്. സോ ഈ സ്ട്രക്ചർ എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. ക്ലിയർ ആണോ? ഇനി ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി ചെക്ക് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? 3m ഈസ് ഈക്വൽ ടു 3j മൈനസ് 3. ഈ ഒരു ഇക്വേഷൻ 3m ഈസ് ഈക്വൽ ടു 3j മൈനസ് 3. അത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 3m 3 ഇൻറ്റു നമ്പർ ഓഫ് മെമ്പേഴ്സ് 15 ഈസ് ഈക്വൽ ടു 3j 18 മൈനസ് 3 15. സോ അപ്പം 3m 15 ആണ്, 3j മൈനസ് 3യും 15 ആണ്. സോ ഇറ്റ് ഈസ് ഇന്റേണലി ഡിറ്റർമിനേറ്റ്. ഈ സ്ട്രക്ചർ ഈ ഒരു സ്ട്രക്ചർ എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്, പക്ഷേ ഇന്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ സാർ. ബാക്കിയുള്ളവർക്കെല്ലാം ക്ലിയർ ആയോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല? ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പോൾ ഇതുപോലെ ബാക്കി കേസസ് ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ. എല്ലാം ഇതുപോലെ തന്നെയാണ്. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ഉണ്ട്, എന്നാലും ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഓക്കെ. മെമ്പേഴ്സിൻ്റെ എണ്ണവും റിയാക്ഷൻസിൻ്റെ എണ്ണവും ജോയിൻസിൻ്റെ എണ്ണവും ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ വേണമെങ്കിൽ ഈ ഒരു കേസും കൂടെ പറയാം. ജസ്റ്റ് നോക്കൂ. SI ഈസ് ഈക്വൽ ടു 3m പ്ലസ് r മൈനസ് 3j. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 5 മെമ്പേഴ്സ് ഉണ്ട്. സോ 5. എമ്മിൻ്റെ വാല്യൂ 5. റിയാക്ഷൻസ് ചെക്ക് ചെയ്തേ. ഒരു ഫിക്സിഡിറ്റി, രണ്ടാമത്തെ ഫിക്സിഡിറ്റി, ഇത് ഹിഞ്ചാണ്, ഇത് ഹിഞ്ചാണ്. സോ ഇവിടെ 3 ഇവിടെ 3 3 3 6 2 2 4. സോ 6 4 10. സോ റിയാക്ഷൻസിൻ്റെ എണ്ണം 10. ഓക്കെ, 10ആണിത്. ഓക്കെ. ഇനി ജോയിൻസോ 1 2 3 4 5 6 6 ജോയിൻസ്. അപ്പോൾ എത്രയായി? 3 × 5 15 15 പ്ലസ് 10 25 25 മൈനസ് 18 25 മൈനസ് 18 7. ക്ലിയർ ആയോ അത്? ഓക്കെ. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, മനസ്സിലായിക്കോളൂ നിങ്ങൾക്ക്, കുഴപ്പമില്ല. ഇനി ഈ ഫ്രെയിമിൻ്റെ തന്നെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി, അതായത് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി? ഫ്രീ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, അതാണ്. ഓക്കെ. അപ്പം അത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ അടുത്തത് പോകുന്നത്. അപ്പം ഫ്രെയിമിൻ്റെ കേസിൽ അത് ഇക്വേഷൻ ഉണ്ട്. 3j മൈനസ് m മൈനസ് r. 3j മൈനസ് m മൈനസ് r. j എന്താണെന്നറിയാം, m എന്താണെന്നറിയാം, r എന്താണെന്നറിയാം. ഓക്കെ. അപ്പോൾ ഈ ഒരു സിമ്പിൾ കേസ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ജോയിൻസ് 1 2 3. ഇത് നമ്മൾ ജോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, കാര്യം വെച്ചാൽ ഫ്രീ എൻഡ് ആണ്. ഓക്കെ. j is equal to 3. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സ് 1 2 മെമ്പേഴ്സ്. നമ്പർ ഓഫ് റിയാക്ഷൻസ് നമുക്കറിയാം, ഇവിടെ ഒറ്റ സപ്പോർട്ടേ ഉള്ളൂ, ഫിക്സ്ഡ് സപ്പോർട്ട്. ഫിക്സ്ഡ് സപ്പോർട്ടിൻ്റെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, മൊമെൻറ്റ് 3. r is equal to 3. സോ 3j മൈനസ് m മൈനസ് r. 3 × 3 9. 9 minus 2 minus 3 9 minus 5 4. അപ്പോൾ ഇവിടുത്തെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ. ഇനി അടുത്ത കേസ് നോക്കാം. 3j മൈനസ് m മൈനസ് r. നമ്പർ ഓഫ് ജോയിൻസ് 1 2 3 4. 4 ജോയിൻസ് ഉണ്ട്. സോ 3 × 4 12. നമ്പർ ഓഫ് മെമ്പേഴ്സ് 1 2 3.
കൂടി പോയി. കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം സർ. ഒരു കോൾ വന്നപ്പോൾ കട്ടായി പോയത്. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ഒരു കേസ് നോക്കി കഴിഞ്ഞാൽ 3j - m - r നമ്പർ ഓഫ് ജോയിൻസ് 4ആണ്. 1 2 3 4. ഓക്കെ. നമ്പർ ഓഫ് മെമ്പേഴ്സ് 1 2 3 മെമ്പേഴ്സ്. റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിക്സ്ഡ് സപ്പോർട്ടിൽ 3 റിയാക്ഷൻ, ഹിഞ്ചിൽ 2 റിയാക്ഷൻ. സോ 3 + 2 5. ഇവിടെ എത്ര വരും? 12 - 3 - r 12 - 3 - 5. അപ്പം 12 - 8 4 വരും. ഓക്കെ. അപ്പോൾ അതാണ് ആ ഒരു കേസിലുള്ള കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പോൾ ഈ 2 കേസുകൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. ഇത് അതിൻ്റെ തിയററ്റിക്കൽ പോർഷനാണ്. ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എങ്ങനെയാണ്, ഇൻഡിറ്റർമിനേറ്റ് എന്താണ്, അതിൻ്റെ കണ്ടീഷൻസും. ഓക്കെ. ഒരു തിയറി പോർഷനാണ്. ജസ്റ്റ് വായിച്ച് നോക്കുക. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്. അതായത് അടുത്ത 2 മൊഡ്യൂൾസ്, അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡും സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡും. ഈ 2 മെത്തേഡ്സ് ആണ് നമ്മുടെ അടുത്ത 2 മൊഡ്യൂളിൽ വരുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡും രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡും. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്നും എന്താണ് സ്റ്റിഫ്നെസ് എന്നും ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നേരത്തെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ? ഫ്ലെക്സിബിലിറ്റി എന്താണെന്നും സ്റ്റിഫ്നെസ് എന്താണെന്നും പഠിച്ചിട്ടുണ്ടോ? ഏതാ? നമ്മൾ ഈ സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന ടേം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എവിടെയാ? നിങ്ങൾ സ്പ്രിങ് ഒക്കെ പഠിച്ചിട്ടില്ലേ? സ്പ്രിങ്. സ്പ്രിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം നമ്മൾ ഒരു സ്പ്രിങ് സീരീസ് ആയിട്ടും സ്പ്രിങ് പാരലായിട്ടും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് മാറുന്നതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓർമ്മയുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. കേട്ടിട്ടുണ്ട്. സാജിദ് മാത്രം പറഞ്ഞു, ബാക്കിയുള്ളവർ ആരും ഒന്നും പറയുന്നില്ല. ഷബ്ന, ഐഫ. സ്റ്റിഫ്നെസ് പഠിച്ചിട്ടുണ്ട് സർ. ഫ്ലെക്സിബിലിറ്റി അങ്ങനെ. ഫ്ലെക്സിബിലിറ്റി പുതിയ ടേം ആയിരിക്കും. സ്റ്റിഫ്നെസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാര്യം സ്പ്രിങ് സീരീസ് ആയിട്ട് വരുമ്പോഴും സ്പ്രിങ് പാരലായിട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ സ്റ്റിഫ്നെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചും പഠിക്കണം, സ്റ്റിഫ്നെസ്സിനെ കുറിച്ചും പഠിക്കണം. ഇപ്പോൾ സ്റ്റിഫ്നെസ്സിനെ ആദ്യം ഞാൻ പറയാം. എന്താണ് സ്റ്റിഫ്നെസ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഒരു മെറ്റീരിയലിൽ നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ അത് പല രീതിയിൽ നമുക്ക് കണക്കാക്കാം. മില്ലിമീറ്ററിൻ്റെ ടേംസിൽ കണക്കാക്കാം, സെൻറ്റിമീറ്ററിൽ കണക്കാക്കാം, മീറ്ററിൽ കണക്കാക്കാം. പക്ഷേ നമുക്ക് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മില്ലിമീറ്ററിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ മില്ലിമീറ്റർ, അതായത് ഒരു വസ്തുവിൽ, അതായത് ഒരു മെറ്റീരിയലിൽ നമുക്ക് 1 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ, അതായത് 1 മില്ലിമീറ്റർ ഡിഫോർമേഷൻ വരണമെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിനാണെങ്കിൽ ഒരു സ്പ്രിങ്ങിൽ നമുക്ക് 1 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്?
ഞാൻ ക്ലിയർ ആയി സർ. ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത്. അതായത് ഒരു സ്പ്രിങ് എടുത്തു കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിൽ നമുക്ക് 1 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ, 1 മില്ലിമീറ്റർ ഡിഫോർമേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പം സ്പ്രിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അങ്ങനെ, ഇനി ഞാനൊരു മൈൽഡ് സ്റ്റീൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ ആ മൈൽഡ് സ്റ്റീൽ റോഡിൽ നമ്മൾ ഇപ്പം ടെൻഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 1 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര കിലോന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇപ്പം നമുക്ക് ടോട്ടൽ ലോഡ്, എനിക്കിപ്പോൾ ഒരു ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഒരു 350 കിലോമീറ്റർ ലോഡ് അപ്ലൈ ചെയ്തതാണ് ടോട്ടലി. അവിടെ 3 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. അപ്പം 350 കിലോമീറ്റർ ലോഡ് അപ്ലൈ ചെയ്തു, ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 3 അല്ല പോട്ട് 5 ഓക്കെ 5 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. അപ്പം 1 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ എത്ര ലോഡ് അപ്ലൈ ചെയ്യണം? 350 ഡിവൈഡഡ് ബൈ 5, സോ 50, സോറി 50 അല്ലേ 70 അല്ലേ 350 ബൈ 5 എത്ര വരും? ഹലോ 70 ന്യൂട്ടൺ പെർ എം. 70. അപ്പം 70 കിലോ ന്യൂട്ടൺ വരും. അപ്പം അതാണ്, അതായത് നമുക്ക് 1 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? സോ 350 അല്ലെങ്കിൽ 350 ഡിവൈഡഡ് ബൈ 5, 70 കിലോ ന്യൂട്ടൺ. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മുടെ സ്റ്റിഫ്നെസ്സിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ സ്റ്റിഫ്നെസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയായിരിക്കും, ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് ഈസ് മീൻ ബൈ ഫ്ലെക്സിബിലിറ്റി? സ്റ്റിഫ്നെസ്സിൻ്റെ ഇൻവേഴ്സ് ആണ് ഫ്ലെക്സിബിലിറ്റി, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ്സിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പം എന്താണ് ഫ്ലെക്സിബിലിറ്റി? ഫ്ലെക്സിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് കോസ്ഡ് ബൈ എ യൂണിറ്റ് ഫോഴ്സ്. അപ്പം ഇവിടെ നമുക്ക് 1 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ എത്ര ഫോഴ്സ് വേണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ അറിയോ? ഒരു യൂണിറ്റ് ഫോഴ്സിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും? ഞാൻ 1 കിലോ ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും? അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് കോസ്ഡ് ബൈ എ യൂണിറ്റ് ഫോഴ്സ്. അപ്പം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ എപ്പോഴും ഫോഴ്സ് യൂണിറ്റ് ഇടും, ഫോഴ്സിൻ്റെ വാല്യൂ 1 ഇടും. സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിൽ നമ്മളെപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 1 ഇടും. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ ഫോഴ്സിൻ്റെ വാല്യൂ 1 ഇടും, സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 1 ഇടും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി കുറച്ച് കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ക്ലിയർ ആവത്തില്ല, കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ തിയറി പോർഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. നമുക്ക് കുറച്ച് കേസസ്, അതായത് നമ്മുടെ പല ടൈപ്പ് ബീംസ് ഉണ്ട്. ആ ബീംസിൽ നമുക്ക് റൊട്ടേഷനും മൊമെൻറ്റും അങ്ങനെയുള്ള കുറച്ച് കേസസ് ഉണ്ട്. ആ കേസസ് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു കമ്പാരിസൺ നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ, കുറച്ച് സിമ്പിൾ കേസസ്. ഇതൊരു കാൻഡിലിവർ ബീമാണ്. എന്താണ് കാൻഡിലിവർ ബീം? അറിയാമല്ലോ എല്ലാവർക്കും. എന്താണ് കാൻഡിലിവർ ബീം? പറഞ്ഞോളൂ. ഒരു സൈഡ് ഫിക്സ്ഡും മറ്റേ സൈഡ് ഫ്രീ ആയിട്ടുള്ളതാണ് കാൻഡിലിവർ ബീം. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ ബീമിൽ ഇവിടെ ഫിക്സഡ് സപ്പോർട്ടിൽ നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ? ഇവിടെ ഫിക്സഡ് സപ്പോർട്ടിൽ
ഇല്ല. ഇല്ല. ഇവിടെ 3 റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല. ഓക്കെ, അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ലോപ്പോ ഡിഫ്ലക്ഷനോ ഒന്നും ഈ എൻഡിലില്ല. കാര്യം അവിടെ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, കാര്യം ഫിക്സഡ് ആണത്. ഓക്കെ, അപ്പം മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള എൻഡ് എന്ന് പറയുന്നത് ഈ ഫ്രീ എൻഡാണ്, ഈ ഒരു എൻഡ് അല്ലേ. അപ്പം ഈ ഒരു എൻഡിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ടൈപ്പ് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്? ഇവിടെ ഈ ഒരു ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുകയാണ്. സോ ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. എന്താണ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, സോറി ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്ലോപ്പ്? വാട്ട് ഈസ് മീൻ ബൈ സ്ലോപ്പ്? ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ. അതിന്റെ ആംഗുലർ റൊട്ടേഷൻ, അതായത് ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ അതിന്റെ ഫിഗർ ഞാൻ ഒരു സെക്കൻഡ്. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയേ. ഇവിടെ ഇത് താഴോട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ, ഇതിന് പറയുന്ന പേരാണ് ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ. ഈ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സ്ലോപ്പ്. ക്ലിയർ ആയോ? ഫിഗർ കാണുന്നുണ്ടോ? അപ്പം ഇത് ഡിഫ്ലക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ, വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് ഡിഫ്ലക്ഷൻ. ഇനി ഈ ഒരു ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഈ ഒരു ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ കുറച്ച് വാല്യൂസ് നിങ്ങൾ പഠിക്കുക. ഒരു കാൻഡിലിവർ ബീമിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് എൻഡിൽ വരികയാണെങ്കിൽ അവിടുത്തെ സ്ലോപ്പിൻ്റെ വാല്യൂ WL²/2EAയും ഡിഫ്ലക്ഷൻ്റെ വാല്യൂ WL³/3EAയും ആണ്. ഓക്കെ, ഓക്കെ ആണോ? അതുപോലെ ഇനി ശരിക്കും ഇത് സ്മോൾ W അല്ല, ഇത് ക്യാപിറ്റൽ W ആണേ. കാര്യം എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡിന് ക്യാപിറ്റൽ W എന്നും പറഞ്ഞാണ് എഴുതുന്നത്. ഇത് ക്യാപിറ്റൽ W ആണ്, ഒരു എഴുതിനകത്തുള്ള മിസ്റ്റേക്കാണ്. ക്യാപിറ്റൽ WL²/2EAയും ക്യാപിറ്റൽ WL³/3EAയും ആണ്. ഓക്കെ, നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് എപ്പോഴും ക്യാപിറ്റൽ W എഴുതുന്നത്. ഇനി ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അത് സ്മോൾ W പെർ മീറ്റർ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDL. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പിൻ്റെ വാല്യൂ സ്മോൾ WL³/6EAയും ഡിഫ്ലക്ഷൻ്റെ വാല്യൂ സ്മോൾ WL⁴/8EAയും ആണ്. ഓക്കെ, ഇനി ഇതെന്താണ്? UVL, അതായത് യൂണിഫോംലി വേരിയിങ് ലോഡ്. യൂണിഫോംലി വേരിയിങ് ലോഡാണ് വരുന്നതെങ്കിൽ അവിടുത്തെ വാല്യൂ, ഇത് ഈ എൻഡിലുള്ള മാക്സിമം വാല്യൂ ആണ് സ്മോൾ W. ഓക്കെ, ഈ ഒരു എൻഡിലുള്ള മാക്സിമം വാല്യൂ ആണ് സ്മോൾ W. അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് തീറ്റ സ്ലോപ്പ് ഈസ് WL³/24EAയും ഡെൽറ്റ എന്ന് പറയുന്നത്, അതായത് ഡിഫ്ലക്ഷൻ WL⁴/30EAയും ആണ്. അതാണ് കാൻഡിലിവറിൻ്റെ 3 കേസസ്: കോൺസെൻട്രേറ്റഡ് ലോഡ്, UDL, UVL. ഓക്കെ, ഇനി നമുക്ക് സിംപ്ലി സപ്പോർട്ടിൻ്റെ 3 കേസസ് ഉണ്ട്. ഒന്നാമത്തെ കേസ്, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ സെൻട്രലി കോൺസെൻട്രേറ്റഡ് ലോഡ്. സെൻട്രലിൽ, അതായത് ബീമിൻ്റെ സെൻട്രലിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ തീറ്റ ബി. ഇനി ഇവിടെ സെൻട്രലിൽ വരുമ്പോഴത്തേക്കും എവിടെയാണ് സ്ലോപ്പ് ഉണ്ടാവുന്നത്?
സെൻട്രലിൽ കോൺസെൻട്രേറ്റിൽ വരുമ്പോഴത്തേക്ക് എവിടെയാണ് സ്ലോപ്പ് ഉണ്ടാവുന്നത്? രണ്ട് സപ്പോർട്ടിലും. കാരണം നമുക്കറിയാം നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോഴത്തേക്കും ഒരെണ്ണം ഹിഞ്ചും ഒരെണ്ണം റോളറുമാണ്. ഈ രണ്ട് കേസിലും ഹിഞ്ച് ആണെങ്കിലും റോളർ ആണെങ്കിലും നമുക്കവിടെ മൊമെന്റ് റിയാക്ഷൻ ഇല്ല. അതായത് റൊട്ടേഷൻ പോസിബിൾ ആണ്. എവിടെയാ? ഈ രണ്ട് സപ്പോർട്ടിലും റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ സ്ലോപ്പ് വരുന്നത് എയിലും ബിയിലുമാണ്. അതായത് രണ്ട് സപ്പോർട്ടിലുമാണ് സ്ലോപ്പ് വരുന്നത്. ക്ലിയർ ആണോ? ആംഗുലർ ഡിഫോർമേഷൻ ആണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ, ആംഗിൾ വരുന്നത് എവിടെയായിരിക്കും? ഇവിടെയും ആംഗിൾ വരും, ഇവിടെയും ആംഗിൾ വരും. സോ സ്ലോപ്പ് പോസിബിൾ ആയിട്ടുള്ളത് എയിലും ബിയിലുമാണ്. സോ എയിലെയും ബിയിലെയും സ്ലോപ്പ് എന്ന് പറയുന്നത് WL²/16EI ആണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ. ഇനി ഇവിടെ സ്ലോപ്പ് പോസിബിൾ ആണ്, പക്ഷേ നമുക്കറിയാം വെർട്ടിക്കൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണോ ഇവിടെ? എയിലും ബിയിലും വെർട്ടിക്കൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. സോ അങ്ങനത്തെ കേസിൽ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് വരുന്നത് എവിടെയായിരിക്കും? സിയിലായിരിക്കും. സോ ഡെൽറ്റ ഈസ് അറ്റ് സി. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എവിടെയാണ്? സിയിലാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു WL³/48EI. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പോൾ ആംഗുലർ മൂവ്മെന്റ് പോസിബിൾ എന്ന് പറയുന്നത് എയിലും ബിയിലുമാണ്. വെർട്ടിക്കൽ മൂവ്മെന്റ് പോസിബിൾ സിയിലാണ്. സോ സ്ലോപ്പ് ഈസ് തീറ്റ എ ആൻഡ് തീറ്റ ബി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് WL²/16EI. ഡെൽറ്റ സി, അതായത് ഡിഫ്ലക്ഷൻ അറ്റ് സി എന്ന് പറയുന്നത് WL³/48EI. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ കാണാൻ പഠിക്കുക. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മളൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡിഫ്ലക്ഷനും സ്ലോപ്പും നേരത്തെ പോലെ തന്നെയാണ്. എവിടെയാണ് സ്ലോപ്പ് ഉണ്ടാവുന്നത്? എയിലും ബിയിലും. WL³/24EI. ഓക്കെ, ഇനി ഡിഫ്ലക്ഷൻ എവിടെയാണ്? ഡിഫ്ലക്ഷൻ വരുന്നത് സിയിൽ. കാരണം എയിലും ബിയിലും സപ്പോർട്ട്സ് ഉണ്ട്, അതുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. സിയിൽ സപ്പോർട്ടില്ല. സി എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഹോഗ് ചെയ്ത് പോകും. സോ അവിടുത്തെ വാല്യൂ എത്ര ആയിരിക്കും? 5 × WL⁻⁴/384EI. ഈ വാല്യൂസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു വാല്യൂസ് ഒക്കെ എന്ന് പറയുന്നത് എല്ലാ PSC ക്വസ്റ്റ്യൻസിലും എല്ലാം ചോദിക്കുന്ന വാല്യൂസാണ്. വാട്ട് ഈസ് എ ഡിഫ്ലക്ഷൻ അറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, സെൻട്രലിൻ്റെ ഡിഫ്ലക്ഷൻ എത്ര എന്നൊക്കെ സ്ഥിരമായിട്ട് PSC ക്വസ്റ്റ്യൻസിലെല്ലാം ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിലും സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിലും എല്ലാം നമുക്ക് ഈ വാല്യൂസ് എല്ലാം ആവശ്യമാണ്. ഓക്കെ, അടുത്ത കേസ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഒരു കാൻഡിലിവർ ബീമിൽ ഒരു എൻഡിലൊരു മൊമെൻറ്റ് വന്നു കഴിഞ്ഞാൽ, എം എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ തീറ്റ ബി വാല്യൂ, അതായത് ഇവിടെ നമുക്കറിയാം കാൻഡിലിവർ ബീമാണ്, ഇവിടെ ഡിഫ്ലക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല, ഡിഫ്ലക്ഷനോ സ്ലോപ്പോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെയാണ് സ്ലോപ്പും ഡിഫ്ലക്ഷനും ഉണ്ടാവുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, സ്ലോപ്പിൻ്റെ വാല്യൂ m × L/EI, മൊമെൻറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ EI. അവിടുത്തെ ഡിഫ്ലക്ഷൻ വാല്യൂ, അതായത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് mL²/EI, 2EI, mL²/2EI. ഇതാണ് അവിടുത്തെ വാല്യൂസ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കാരണം നമുക്കിത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ആവശ്യമുള്ളതാണ്.
ഓക്കെ, അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മതി. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന നേരം വല്ലതും പറഞ്ഞായിരുന്നോ ജിഷ മിസ്? കേട്ടില്ല. ഒക്ടോബർ 3 സ്റ്റാർട്ട് ചെയ്യുന്നു. ആ, അപ്പം നിങ്ങൾ ഓപ്പൺ ബുക്ക് എക്സാം വേണോ അതോ അല്ലാതെ നിങ്ങളുടെ പണ്ട് നടത്തിയ കണക്ക് ലൈവ് എക്സാം വേണോ? എന്ത് വേണം? അഭിപ്രായം ചോദിക്കുകയാണ്, എല്ലാവരും പറയണം, ഒരാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും റെസ്പോണ്ട് ചെയ്യും, ഗേൾസൊക്കെ റെസ്പോണ്ട് ചെയ്യും. ഓ, ചറ പറ ഓപ്പൺ ബുക്ക്. എല്ലാരും ചാറ്റിനകത്ത് വാതർന്ന് പറ. മതിയോ ഓപ്പൺ ബുക്ക് മതിയോ? എന്താ കാര്യം? ഓപ്പൺ ബുക്ക് മതി സാർ. മതിയോ? ഞാൻ നമ്മുടെ SA3 ഓപ്പൺ ബുക്ക് വയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇപ്പം വാല്യൂസ് മാറ്റി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഇലക്റ്റീവിന് ഞാൻ ഓപ്പൺ ബുക്ക് വയ്ക്കില്ല. കാരണം അത് വളരെ സിമ്പിളായി പോകും ഓപ്പൺ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ. കാര്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ SA3 ഞാൻ ഓപ്പൺ ബുക്ക് വയ്ക്കാം. ഇലക്റ്റീവ് ഓപ്പൺ ബുക്ക് വയ്ക്കില്ല. ഇലക്റ്റീവിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ അതിനകത്ത്, എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വരെ ഇന്നല്ല നാളെയും കൂടെ പഠിപ്പിക്കുന്ന പോർഷൻസ് വരും SA3-ക്കകത്ത്. പിന്നൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതുവരെയുള്ള SA3-യുടെ ഇതുവരെയുള്ള പോർഷൻസ് ഓക്കെ ആണോ നിങ്ങൾക്ക്? BMD SFT വരയ്ക്കുന്നതിൽ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അതിനായിട്ടൊരു ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ പോർട്ടൽ ഫ്രെയിമിന്റെ ആണോ? അത് തന്നെ. ഞാൻ ഇപ്പം പറഞ്ഞാൽ മതിയോ അത്? അതോ സെപ്പറേറ്റ് ക്ലാസ് വേണോ? ഏതാ? കാൻഡിലിവർ മെത്തേഡിന്റെ BMD SFT അല്ല, BMD SFT എന്ന് പറയുന്നത് നമുക്ക് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ കാൻഡിലിവർ മെത്തേഡ് ആണെങ്കിലും പോർട്ടൽ ഫ്രെയിം മെത്തേഡ് ആണെങ്കിലും വരയ്ക്കുന്ന സെയിം മെത്തേഡാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ എടുത്തു. അതായത് ഈ ഇന്റീരിയർ കോളംസ് ഒക്കെ വരുന്ന കേസ് കൂടെ വന്നപ്പോൾ എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ ആണ്. ഒരു സെക്കൻഡ്. ഞാൻ ഈ ഫിഗർ കാണുന്നുണ്ട് എല്ലാവരും? ഓക്കെ, നമുക്കറിയാം നമ്മളൊരു ബീം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു വലിയ കേസ് നിങ്ങൾ നോക്കണ്ട. ഒരു സിമ്പിൾ ബീം എടുത്തു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സിൻ്റെ ബെൻഡിങ് മൊമെൻ്റിൻ്റെ ഡയഗ്രാം ലീനിയർ ആണെങ്കിൽ, അതായത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഒരു സിമ്പിൾ കേസ് പറയാണ്. പറഞ്ഞോളൂ. ബെൻഡിങ് മൊമെന്റിന്റെ ഡയഗ്രാം ഇൻക്ലൈൻഡ് ആണെങ്കിൽ, ഇൻക്ലൈൻ എന്ന് വെച്ചാൽ ഇതാ ഈ കാണിച്ചിരുന്ന ഫിഗർ കണ്ടോ, ഇൻക്ലൈൻഡ് ആയിട്ട്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഷേപ്പ്
പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. റൈറ്റ് ആണ് സാർ. സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ 25 kN എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ വരികയാണെങ്കിൽ ഇതിപ്പം ഇവർ ബെൻഡിങ് മൗണ്ട് ഡയഗ്രം മാത്രമേ വരച്ചിട്ടുള്ളൂ. ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ഇപ്പം ചിലപ്പോൾ 10 ആയിരിക്കും, അല്ലെങ്കിൽ 20 ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ, ഹൊറിസോണ്ടലായിട്ട് വരും. എവിടെ വരെ? സെൻറ്റർ വരെ. അതിനുശേഷം സെൻറ്ററിൽ എവിടെയാണോ നമ്മുടെ പോയിൻ്റ് ഓഫ് കോൺഫ്ലക്ചർ വരുന്നത്, പോയിൻ്റ് ഓഫ് കോൺഫ്ലക്ചർ സെൻറ്ററിലാണ്, അവിടെ ഇത് നേരെ മുകളിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് വീണ്ടും ഹൊറിസോണ്ടലായിട്ട് വരും ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഓക്കെ, അപ്പം ബെൻഡിങ് മൗണ്ട് ഡയഗ്രം ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരികയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത് ഇവിടുന്ന് ഹൊറിസോണ്ടലായിട്ട് ഇവിടെ വരെ വരും, നേരെ മുകളിലോട്ട് പോവും, വീണ്ടും ഹൊറിസോണ്ടലായിട്ട് പോവും. ഇതാദ്യം മനസ്സിലാക്കുക. ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? അത് സിമ്പിൾ ആയിട്ടൊരു ബീമിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത്, കോളോ ആയാലും ബീം ആയാലും സിമ്പിൾ കേസിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നത്. ഇനി ഇപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവർ പോയിന്റ്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം ഞാനത് ബീമിൻ്റെ മൊമെൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ബീം മൊമെൻറ്റ് MEF-ഉം MEC-യും. MEF എന്ന് പറയുന്നത് 25 kN ആണെന്ന് പറയുന്നു. MEF ഇതാണ് EF. ഏറ്റവും മുകളിലത്തെ മെമ്പറാണ് EF. 25 kN എന്ന് പറഞ്ഞു. അതിൻ്റെ ഡയറക്ഷൻ 25 kN പോസിറ്റീവാണ്. സോ പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അപ്പോൾ ഞാൻ EF ഇവിടെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടില്ല. ഇതാണ് E എന്ന് പറയുന്ന ജോയിൻ്റ്, ഇതാണ് F എന്ന് പറയുന്ന ജോയിൻ്റ്. ഇയിൽ നിന്നും ഞാൻ എഫിലേക്ക് നോക്കുവാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യുക, ഞാൻ ഈ ഒരു കോമ്പസ് എടുത്ത് ഇയിൽ കുത്തി, എൻ്റെ പെൻസിൽ എഫിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടായിരിക്കും വരയ്ക്കുന്നത്? നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി എങ്ങനെയാണ് ഓടിപ്പോകുന്നത്? താഴോട്ട് ഓടിപ്പോകും അല്ലേ? ഞാൻ പറയാൻ ക്ലിയർ ആയോ? MEF എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് മീൻസ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി ഓടിപ്പോകുന്ന ഡയറക്ഷൻ. അപ്പോൾ ഞാൻ എൻ്റെ കോമ്പസ് എടുത്ത് ഞാൻ ഇവിടെ കുത്തി, പെൻസിൽ ഇട്ടിരിക്കുകയാണ്. ക്ലോക്ക് വൈസ് എങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്? താഴോട്ടല്ലേ വരയ്ക്കുന്നത്. അപ്പം 25 kN ഞാൻ താഴെ മാർക്ക് ചെയ്തു. ഇനി MFE എന്ന് പറയുന്നതും പോസിറ്റീവാണ്. MFE എന്ന് പറയുന്നതും 25 kN പോസിറ്റീവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എഫിൽ കോമ്പസിൻ്റെ നീഡിൽ കുത്തി, പെൻസിൽ ഇയിലിരിക്കുകയാണ്. ക്ലോക്ക് വൈസ് എങ്ങോട്ട് വരയ്ക്കും? ക്ലോക്കിൻ്റെ സൂചി ഓടിപ്പോൾ മുകളിലോട്ടല്ലേ? മുകളിലോട്ട് വരച്ചു, ഇവിടെ മാർക്ക് ചെയ്തു. അപ്പം 25 kN ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പം ഒരു 25 kN ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്, രണ്ടും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യുക. നമുക്കറിയാം ഇത് ഈക്വൽ ആയതുകൊണ്ട് ഇതും ഈക്വലാണ്, ഇതും ഈക്വലാണ്. സോ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ വിൽ ബി അറ്റ് ദി സെൻറ്റർ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അതാണ് അതിൻ്റെ അസംഷൻ. എപ്പോഴും പോർട്ടൽ ഫ്രെയിമിൻ്റെ കേസിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ സെൻറ്ററിലായിരിക്കും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അതായത് നമ്മൾ എപ്പോഴും F എന്ന് പറയുന്നത് അല്ലെങ്കിൽ E എന്ന് പറയുന്നതാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ E എന്ന് പറയുന്നതാണ് നമ്മുടെ കോമ്പസിൻ്റെ സെൻറ്റർ പോയിന്റ്, F എന്ന് പറയുന്നതാണ് പെൻസിലിരിക്കുന്ന പോയിന്റ്. അപ്പോൾ 25 kN പോസിറ്റീവ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, നെഗറ്റീവ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. അത് ഓരോ മെമ്പറിൻ്റെയും കേസിൽ നിങ്ങൾ അങ്ങനെ അങ്ങ് എടുത്ത് വരച്ചാൽ മതി.
ഇ എഫ് എടുക്കുമ്പോൾ ഇങ്ങനെ, ഇനി അടുത്ത ഇ സി എടുക്കുമ്പോൾ ഇങ്ങനെ, അടുത്ത കോൾ എടുക്കുമ്പോൾ ഇങ്ങനെ, ഓരോ മെമ്പർ എടുക്കുമ്പോഴും അങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ക്ലിയർ ആയോ? എൻ്റെ സംശയം ചോദിച്ചത് ആരായിരുന്നു? ഐഫ ആയിരുന്നു? ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയോ? ഇനി ഇവിടെ ഷിയർ ഫോഴ്സ് ആരും വരച്ചിട്ടില്ല. ഞാൻ ഷിയർ ഫോഴ്സിന്റെ കാര്യം കൂടെ പറയാം ജസ്റ്റ്. അപ്പം നമുക്ക് കിട്ടുന്ന ഷിയർ ഫോഴ്സ് വാല്യൂ നോക്കാം. ഇത് ആക്സിൽ ഫോഴ്സ് ആണ്, ഷിയർ ഫോഴ്സ് അല്ല. ഈ കാണിച്ചിരിക്കുന്നതാണ് ഷിയർ ഫോഴ്സ്. ഈ ഫിഗർ കണ്ടോ? ഈ ഫിഗർ കാണുന്നുണ്ടോ? ഫിഗർ കാണുന്നുണ്ടോ? ഈ പോയിന്റ് ഓഫ് കോൺട്രോൾ ഫംഗ്ഷന്റെ മുകളിൽ 10 കിലോമീറ്ററിന് ലെഫ്റ്റിലോട്ടും അതിൻ്റെ താഴെയായിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ടുമാണ്. ഓക്കെ, അപ്പം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ പോയിന്റിൽ നിന്നും, അതായത് ഇതാണല്ലോ നമ്മുടെ മെമ്പർ, ഈ പോയിന്റിൽ നിന്നും 10 കിലോമീറ്റർ വാല്യൂ ലെഫ്റ്റിലേക്ക് വരയ്ക്കുക. അത് ഹൊറിസോണ്ടലായിട്ട് അല്ല, അത് വെർട്ടിക്കലായിട്ട് നേരെ ഇങ്ങ് താഴെ കൊണ്ടുവരിക. പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ഷനിലേക്ക് എത്തുമ്പം നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. വീണ്ടും 10 കിലോമീറ്റർ താഴോട്ട് വരയ്ക്കുക. അതായത് നമുക്ക് ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ലീനിയർ ആയതുകൊണ്ട് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കും, ഹൊറിസോണ്ടലി വെർട്ടിക്കൽ ആയിരിക്കും, ഇൻക്ലൈൻഡ് ആയിട്ട് വരത്തില്ല. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം 10 ലെഫ്റ്റിലേക്ക് വരയ്ക്കുക, നേരെ വെർട്ടിക്കലായിട്ട് താഴെ കൊണ്ടുവരിക, പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ഷനിൽ നിന്നും റൈറ്റിലേക്ക് പോവുക, ഇവിടെയും 10 വരിക, വീണ്ടും വെർട്ടിക്കലായിട്ട് താഴോട്ട് വരിക. ക്ലിയർ ആണോ? മനസ്സിലായോ അത്? ഇനി ഇപ്പൊ ഈ ഒരു കേസ് നോക്കാം. നമുക്ക് ഈ ബീം നോക്കാം. ഇ എഫ് എന്ന് പറയുന്ന ബീം നോക്കിക്കഴിഞ്ഞാൽ 12.5 ഇവിടെ താഴോട്ടും 12.5 മുകളിലോട്ടും. അപ്പോൾ ആദ്യമേ ഞാൻ മെമ്പേഴ്സ് എല്ലാം വരച്ചതിന് ശേഷം ഷിയർ ഫോഴ്സ് ആരാന്ന് പറഞ്ഞാൽ 12.5 താഴോട്ട്. അപ്പം ഇവിടെ 12.5 നിങ്ങൾ താഴോട്ട് വരയ്ക്കുക, 12.5 ഇവിടെ മാർക്ക് ചെയ്യുക, നേരെ ഹൊറിസോണ്ടലായിട്ട് പോവുക, പോയിന്റ് ഓഫ് കോൺട്രാക്ഷൻ എത്തുമ്പോഴത്തേക്കും 12.5 മുകളിലോട്ട് പോകുന്നു, വീണ്ടും 12.5 മുകളിലോട്ട് പോകുന്നു, വീണ്ടും ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക. അത്രയേ ഉള്ളൂ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വേറെ സംശയം വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്രോക്സിമേറ്റ് അനാലിസിസ് മെത്തേഡിൽ ബാലൻസ് ചെയ്തല്ലേ പോകുന്നത്? ഏതാണ്? നമുക്ക് ഈക്വൽ ആൻഡ് അപ്രോക്സിമേറ്റ് അനാലിസിസ് മെത്തേഡില് ഈക്വൽ ആൻഡ് ആദ്യത്തെ മെത്തേഡാണോ? അതില് ഈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റ് കിട്ടുമ്പോ അല്ല ബാലൻസ് ആക്കി പോകുന്നത് കാനീസ് മെത്തേഡ് വെച്ച്. പക്ഷെ ഇവിടെ ചിലപ്പോ അങ്ങനെ കിട്ടിയില്ല. മനസ്സിലായല്ലേ പറഞ്ഞത്? സർ കഴിഞ്ഞ വർഷം നസീം പറഞ്ഞോ. നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റ് ആക്കി കിട്ടുമ്പോ അല്ലേ അത് ബാലൻസ് ആവുന്നത്. ബാലൻസിങ് ചെയ്യുന്ന ആ സ്റ്റെപ്പില് അത് ആഡ് ചെയ്ത് നോക്കിയിട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റ് ആണെന്ന് കിട്ടുമ്പോ അല്ലേ അത് ബാലൻസ്ഡ് ആയി എന്ന്, അങ്ങനെയല്ലേ മൊമെന്റ് കണ്ടുപിടിക്കുന്നത്.
അല്ല മൊമെന്റ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു പോയിന്റിലുള്ള മൊമെന്റ് ബാലൻസ് ചെയ്യും. ഇപ്പം ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മൊമെന്റ് എബൌട്ട് ഇ, ഇപ്പം ടേക്കിംഗ് മൊമെന്റ് എബൌട്ട് ഇ എന്ന് പറയുന്ന പോയിന്റിലുള്ള മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പോയിന്റിൽ ഇക്വിലിബ്രിയത്തിലാവണം. മൊമെന്റ് ആയാലും റിയാക്ഷൻസ് ആയാലും ഇക്വിലിബ്രിയത്തിലാവണം. അങ്ങനെ ചെയ്യുന്നത്. അതല്ല സാർ, മറ്റേ നമ്മള് ഫിക്സഡ് മൊമെന്റ്സ് ബാലൻസ് ചെയ്ത് ക്യാരി ഓവർ ഒക്കെ ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രോബ്ലം എന്താ ചോദിച്ചെന്ന് പറഞ്ഞു. മറ്റേ ടു മൊമെന്റ് പ്രോബ്ലം, മറ്റേ 2 സ്റ്റെപ്പിൽ നമ്മൾ മൗണ്ട് ക്യാരി ഓവർ ചെയ്യുന്ന അതില് ഇതല്ലേ അത്? അപ്പൊ അതില് ഈ ജോയിന്റില് പറഞ്ഞു. ഈ പ്രോബ്ലത്തില് ഈ പ്രോബ്ലത്തില് ബാലൻസിങ് ചെയ്തിട്ട് പിന്നെ ക്യാരി ഓവർ എടുത്ത് ആഡ് ചെയ്ത് നോക്കുമ്പോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടുമ്പോഴല്ലേ അത് ബാലൻസ്ഡ് ആയി എന്ന് നമ്മൾ അങ്ങനെയല്ലേ? പക്ഷെ ഇവിടെ ഈക്വൽ ആൻഡ് നേരത്തെ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ആവുന്നവരെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ കേസിൽ നമുക്ക് 2 സ്റ്റെപ്പ് ചെയ്താൽ മതി. ബാലൻസ്ഡ് ആയോ ഇല്ലയോ? അല്ല, ഈ ഒരു മെത്തേഡിൽ നമ്മൾ 2 സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. ബാലൻസ് ആവുന്നൊന്നും നമ്മൾ നോക്കണ്ട. 2 സ്റ്റെപ്പ് ചെയ്തങ്ങ് നിർത്തിയാൽ മതി. അതുകൊണ്ടാണ് ഇതിന്റെ ഈ മെത്തേഡിന്റെ പേരും അങ്ങനെ തന്നെയാണ്, 2 സൈക്കിൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഓക്കെ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? വേറെ ഡൗട്ട് വല്ലതും ഉണ്ടോ? നന്ദു, ലൈവിലുണ്ടോ? നന്ദു, മൈക്കില്ലടാ. നെറ്റ് സീനാണോ? എന്ത് സീൻ? ശരി. ദേവ ക്ലിയർ ആയോ? ദേവ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, വേറെ ഒന്നുമില്ല. സംഗീത? നിഗ്രി, ഇപ്പം അടുത്ത അവർ ഏതാണ്? അടുത്ത ലൈവ് ആണോ അത്? അല്ല സാർ, ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? അപ്പോഴേ എൻ്റെ ഇലക്റ്റീവിൻ്റെ, അതായത് നമ്മുടെ 4th അവർ ഇലക്റ്റീവ് അല്ലേ? ഇലക്റ്റീവില് നിങ്ങൾ മറ്റേ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റിങ്ങിൻ്റെയും പാരാബോള ഫിറ്റിങ്ങിൻ്റെയും നോട്ട്സ് മൊത്തം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമിന് ആ പോർഷൻസ് വരെ ഉണ്ട്. ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്, നമുക്ക് കഴിഞ്ഞ സെമ്മിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതൊന്നും എല്ലാവരും വർക്കൗട്ട് ചെയ്യേ. ഞാൻ ലൈവിൽ വരുന്നില്ല, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. ആ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് അത്രയും വരെ നമുക്ക് എക്സാമിന് കാണുമേ. ശരി, അപ്പം ഞാൻ ക്ലോസ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. Thank you, sir. ഓക്കെ. Thank you, sir.